ഹായ് എവരിവൺ, പലതരം ചേരുവയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കുണ്ടല്ലോ നമ്മുടെയൊക്കെ വീടുകളിൽ സാധാരണ ഉണ്ടാവുള്ള മെയിൻ ആയിട്ടുള്ള രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു പുഡിംഗ് റെഡിയാക്കുന്നത് കേട്ടോ. പാലും മുട്ടയാണ് സംഭവം. അഗറഗറ ചൈന ഗ്രാസ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും വേണ്ട, പൊടികളൊന്നും വേണ്ട, വളരെ സിമ്പിൾ ആണ്. 2-3 വർഷമായിട്ട് ഇതിന്റെ പല റെസിപ്പീസ് ചാനലുകളിൽ കാണുന്നു. ഇപ്പൊ ഞാൻ ഇത് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നാണ് നേരത്തെ ട്രൈ ചെയ്യേണ്ടതായിരുന്നു. അത്രയ്ക്ക് സിമ്പിളും ടേസ്റ്റി ആട്ടോ. പഞ്ചസാര കാരമൽ ഇതാട്ടോ നമ്മളിത് ചെയ്യുന്നത്, അതുകൊണ്ട് നല്ലൊരു ഫ്ലേവറാണ് ഇതിനുള്ളത്. എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ആദ്യം തന്നെ 1/2 ലിറ്റർ പാലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് ബോയിൽ ചെയ്ത ശേഷം അതവിടെ മാറ്റി വെക്കാം. അടുത്തതായിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ഒന്ന് കാരമൽ ചെയ്തെടുക്കണം. അതിനായിട്ട് അടി കട്ടിയുള്ള ഒരു പാൻ അടുപ്പത്ത് വെക്കാം. ചൂടായ ശേഷം 1/3 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പഞ്ചസാര 1 മിനിറ്റ് ഒന്ന് കഴിയുമ്പോഴത്തേനും നന്നായിട്ട് ഒന്ന് മെൽറ്റായി തുടങ്ങും കേട്ടോ. നന്നായിട്ട് കംപ്ലീറ്റ് പഞ്ചസാരയും മെൽറ്റായി ഒരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള ആ പാലങ്ങ് ഒഴിച്ചു കൊടുക്കണം. പാൽ ഒഴിക്കുന്നതിന് മുമ്പ് തീ ഒന്ന് തീരെ കുറച്ചിട്ടേക്കാം. അതുപോലെ പാല് കുറച്ചായിട്ടേ ഒഴിക്കാവുള്ളൂ കേട്ടോ. ഒറ്റയടിക്കാൻ ഒഴിച്ചാൽ പെട്ടെന്ന് അങ്ങ് ചീറി കൈയൊക്കെ പൊള്ളിപ്പോവും. ആ ശക്തമായിട്ടുള്ള ആ ചീറൽ മാറണ വരെ കുറച്ചായിട്ട് ഒഴിച്ച് ഇറക്കി കൊടുത്തോണ്ടിരിക്കുക കേട്ടോ. പാൽ ഒഴിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ മിക്സ് ചെയ്തും കൊടുക്കാം കേട്ടോ. ഇതേ രീതിയിൽ കംപ്ലീറ്റ് പാലും ഞാൻ ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം കൂട്ടി വെക്കാം കേട്ടോ. ഒരു മീഡിയം ഹൈ ഫ്ലെയിമിലേക്ക് ആക്കിയ ശേഷം നന്നായിട്ടൊന്ന് വെട്ടി തിളക്കണം. ഇത് ഇട്ടുണ്ടെങ്കിൽ പോവരുത് കേട്ടോ, അടി പിടിക്കും. മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക. നന്നായിട്ട് വെട്ടി തിളച്ച് കഴിഞ്ഞ ശേഷം മാത്രം ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ, അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് 2-3 മുട്ട ഒന്ന് കലക്കിയെടുക്കാം. അത്യാവശ്യം വലിപ്പമുള്ള മുട്ടയൊക്കെ ആണെന്നുണ്ടെങ്കിൽ 2 മതി കേട്ടോ. ഇത് കുഞ്ഞു മുട്ടയാണ് ഇപ്പൊ ഇവിടെ കിട്ടുന്നത്, അതുകൊണ്ട് 3 എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ വാനില എസൻസും കൂടി ഇട്ട് കൊടുക്കാം. ഈ വാനില എസൻസിന്റെ ടേസ്റ്റും പിന്നെ നമ്മൾ പഞ്ചസാര കാരമൽ ഇത് ആ ടേസ്റ്റും കൂടി വരുമ്പോൾ മുട്ടയുടെ സ്മെല്ലോ ചൂരൊന്നും നമ്മുടെ പുഡിങ്ങിലേക്ക് വരണില്ല കേട്ടോ. നല്ലൊരു ഫ്ലേവറും ടേസ്റ്റാണ് കിട്ടുക. ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് കൈ വിടാതെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ചെറുതായിട്ട് മുട്ടയുടെ മുകളിൽ ഒരു പത വന്നു തുടങ്ങൂലേ, ഒരു 3 മിനിറ്റ് ഒക്കെ മതിയാവും. ആ ഒരു സമയം വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ബീറ്റർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 2-3 സെക്കൻഡ് ബീറ്റ് ചെയ്യുമ്പോഴത്തേനും നല്ലൊരു പദം മുകളിൽ വരും. പക്ഷെ ഇതിനൊക്കെ വേണ്ടിയിട്ട് അതെടുത്ത് കൈകണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ ഈ വിസ്ക് വെച്ച് തന്നെ ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്താൽ മതി. ശേഷം നമ്മൾ തിളപ്പിച്ച് വെച്ചിട്ടുള്ള കാരമൽ മിൽക്ക് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. വീഡിയോയിൽ കാണുന്ന ഈ ഒരു രീതിയിൽ തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഒരു കൈ കൊണ്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു കൈ കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. എന്താണെന്ന് വെച്ചാൽ തിളച്ചെടുക്കുന്ന പാലായതുകൊണ്ട് മുട്ടയിലേക്ക് ഒഴിക്കുമ്പോൾ തന്നെ മുട്ട വെന്ത് പോകും. അങ്ങനെ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, നമ്മുടെ മിക്സിങ് കഴിഞ്ഞു. ഇത്രയും എളുപ്പമായിട്ട് ഈ ഒരു ബാറ്റർ റെഡിയാക്കാനായിട്ട് ഈ പുഡിങ് ആവിയിൽ വേവിച്ചെടുത്താൽ മതി. ഈ ഒരു ചൂടത്തുണ്ടല്ലോ, ഒത്തിരി നേരം അടുക്കളയിൽ നിന്ന് പണിയാതെ വളരെ എളുപ്പം നമുക്ക് ഈ ഒരു പുഡിങ് ഉണ്ടാക്കിയെടുക്കാൻ ചെയ്യാം. ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും ഉണ്ട്. മനസ്സിന് നല്ലൊരു സംതൃപ്തി തരുന്ന ഒരു റെസിപ്പി ആട്ടോ ഇത്. പാലിന്റെ പാടയും മുട്ടയുടെ പാടയും പഞ്ചസാരയുടെ അയക്കൊക്കെ അതിലുണ്ടാവും. അതൊന്ന് പോയി കിട്ടാനായിട്ട് ജസ്റ്റ് കംപ്ലീറ്റ് ബാറ്റർ ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. ഒരു ബാറ്ററിഞ്ഞ് പല കുഞ്ഞു പാത്രങ്ങളായിട്ടൊന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒറ്റ പാത്രത്തിൽ കംപ്ലീറ്റ് ഒഴിച്ച് സെറ്റ് ചെയ്യുകയും ചെയ്യാം. അപ്പൊ പിന്നെ ഓരോരുത്തർക്കായിട്ട് അത് കട്ട് ചെയ്തൊക്കെ എടുക്കേണ്ടി വരും. അത് ഇച്ചിരി പണിയാണ്. ആ നേരം കൊണ്ട് ഇതേപോലെ പല കുഞ്ഞു പാത്രങ്ങളിലായിട്ട് ഒഴിച്ച് സെറ്റ് ചെയ്യാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഓരോ പാത്രം എടുത്താൽ മതിയല്ലോ. ഭംഗിയും ഇതായിരിക്കും. ഇങ്ങനെ സെറ്റ് ചെയ്യാൻ നിങ്ങൾ എടുക്കുന്ന പാത്രങ്ങൾ ചില്ലിന്റെയും പ്ലാസ്റ്റിക്കിന്റെയും ഒക്കെ എന്നുണ്ടെങ്കിൽ മൈക്രോവേവ് സപ്പോർട്ടുള്ള പാത്രങ്ങളായിരിക്കണം കേട്ടോ. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ കറിപ്പാത്രം ഉണ്ടല്ലോ സ്റ്റീലിന്റെ, അത് എടുത്താൽ മതി. ആവി കയറ്റുന്ന സമയത്ത് ഇതിലേക്ക് വെള്ളം കയറാതിരിക്കാൻ ഇതേപോലെ ഒന്ന് അടച്ചു വെക്കുക. അലുമിനിയം ഫോയിൽ ആയാലും മതി, ഇതേപോലെ വെജിറ്റബിൾ ഫോയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായാലും മതി. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഒരു ലൈക്ക് അടിച്ചേക്കാം കേട്ടോ. ആവശ്യക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഇതേ രീതിയിൽ കംപ്ലീറ്റ് ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 150 ml വലിപ്പമുള്ള ബോൾസ് ആട്ടോ ഇത്. അളവ് കപ്പിൽ 1/2 കപ്പ് ബോൾസ് ഒക്കെ നിരത്തി വെക്കാൻ പറ്റിയ പരന്ന ഇതേപോലത്തെ ഒരു പാത്രം ഉണ്ടല്ലോ, അതിൽ 1 ലിറ്റർ അല്ലെങ്കിൽ 1.5 ലിറ്റർ വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ. പുഡിങ്ങിന്റെ ബൗൾസ് ഡയറക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളത്തിലേക്ക് വയ്ക്കാം കേട്ടോ. ബൗൾസിന്റെ പകുതി മാത്രമേ വെള്ളം ഉണ്ടാവാൻ പാടുള്ളൂ. 1/4 ഭാഗം നിറഞ്ഞു നിൽക്കാൻ പാടില്ല വെള്ളം. അങ്ങനെ വെക്കുമ്പോൾ തിളയ്ക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ഒരു സൗണ്ട് ആയിരിക്കും കേട്ടോ. അത് ഒഴിവാക്കാനായിട്ട് ഞാൻ വെള്ളത്തിന്റെ മുകളിൽ ഒരു സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. അതിന്റെ മുകളിൽ ഇതുപോലെ പരന്നൊരു പാത്രം വെച്ചിട്ട് അതിലാണ് നമ്മുടെ പുഡിങ്ങുകളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. വെച്ച് മീഡിയം ഫ്ലെയിമിൽ കറക്റ്റ് ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്താൽ മതി കേട്ടോ. മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെ ഇടണേ. വെള്ളം നന്നായിട്ട് തിളച്ച് അതിൽ നിന്ന് ആവിയൊക്കെ നന്നായിട്ട് പുറത്തേക്ക് വരണം. ആ ആവി തട്ടിയിട്ടാണ് ഈ പുഡിങ്ങുകൾ വെന്ത് കിട്ടുന്നത് കേട്ടോ. അതേപോലെ സ്റ്റാൻഡിന്റെ മുകളിൽ വെക്കുന്ന പാത്രം കംപ്ലീറ്റ് അടഞ്ഞിരിക്കരുത് കേട്ടോ. അതിന്റെ വിടവിൽ നിന്നൊക്കെ മുകളിലേക്ക് ആവി വരാനുള്ള സൗകര്യത്തിനാണ് ഞാനത് വെച്ചേർന്നത്. അല്ലെങ്കിൽ പിന്നെ തുളയുള്ള പാത്രമായിരിക്കണം. ഇപ്പൊ നല്ല ചൂടാട്ടോ. ഞാൻ ആ ഫോയിലൊന്ന് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഡെക്കറേഷനാ അല്ലെങ്കിൽ ഒന്ന് കടിക്കാനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട് ആൻഡ് നട്ട്സ് ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോ കപ്പലണ്ടി വറുത്തതാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് ജസ്റ്റ് ഒന്ന് കുറച്ച് ചൂടൊന്ന് ആറിയ ശേഷം ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഒരു 2 മണിക്കൂറെങ്കിലും വെക്കാം കേട്ടോ. ഞാനിപ്പോൾ നേരമില്ലാത്തതുകൊണ്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ എടുത്തു. ഇനി ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ സ്ട്രക്ചർ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്.
കണ്ടില്ലേ, ഒരു റെസിപ്പി ആദ്യമായിട്ട് ട്രൈ ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഒന്ന് വേറെ തന്നെയാട്ടോ. താങ്ക് യു. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്.